6 മാസം എന്ന ചുരുങ്ങിയ കാലയളവിലേക്ക് നിലമ്പൂരിന് ഒരു MLA എത്താൻ പോകുന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി LDFിൻ്റെയും UDFിൻ്റെയും ഇന്ത്യയുടെയും നേർക്കുനേരുള്ള പോരാട്ടത്തിൻ്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ 23-ാം തീയതി ആരാണ് MLA ആകാൻ പോകുക എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. എന്നാൽ നിലമ്പൂർ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായി പിടിച്ചുവച്ചിരുന്ന കാലത്ത് 10 വർഷം നിലമ്പൂരിൻ്റെ MLA ആയി ഭരിച്ച് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന PV അൻവറിനറിയാം എവിടെ ആർക്ക് എപ്പോൾ എന്തൊക്കെ നൽകണമെന്നും ഏത് തരത്തിൽ പ്രവർത്തിച്ചാലാണ് നിലമ്പൂരിൽ വിജയിക്കുവാൻ സാധിക്കുക എന്നും. അതുകൊണ്ട് തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന തീരുമാനത്തിൽ PV അൻവറിന് കൃത്യമായ ചില അഭിപ്രായങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. PV അൻവറിനറിയാം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രവും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും. PV അൻവർ അതിൽ കൃത്യമായ ചില ധാരണയിലെത്തിയിട്ടുമുണ്ട്. ആ രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെയും കൂട്ടരുടെയും പ്രവർത്തനവും. ഇവിടെ നിലമ്പൂരിൻ്റെ ചരിത്രവും ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂർ. 1965 മുതൽ ഇങ്ങോട്ടടുത്തു നോക്കിയാൽ പലതരത്തിലും അട്ടിമറികൾ നിലമ്പൂരിൽ കാണാൻ സാധിക്കും. 1965 നിലമ്പൂർ മണ്ഡലം രൂപവത്കൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ K കുഞ്ഞാലിയാണ് ആദ്യം അവിടെ വിജയം കൊയ്തത്. അന്ന് കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എതിരാളി. 7161 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കുഞ്ഞാലി മണ്ഡലത്തിലെ കന്നി MLA ആയത്. 1967 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. 9789 ആയിരുന്നു ഭൂരിപക്ഷം. ഇതിനിടയിൽ 1969 ജൂലൈ 26 ചുള്ളിയോട് അങ്ങാടിയിൽ നടന്ന വെടിവെപ്പിൽ MLA ആയിരുന്ന കുഞ്ഞാലിക്ക് വെടിയേൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആര്യാടൻ മുഹമ്മദ് അറസ്റ്റിലാകുകയും ചെയ്തു. പിന്നാലെ 1970 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ MP ഗംഗാധരൻ വിജയിച്ചു. CP അബൂബക്കർ ആയിരുന്നു അന്ന് ഗംഗാധരനെതിരെ മത്സരിച്ചത്. മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്ന് 1971 നടന്ന തെരഞ്ഞെടുപ്പിലും ഗംഗാധരൻ തന്നെ വിജയം ആവർത്തിക്കുക തന്നെ ചെയ്തു. 1977 CPMൻ്റെ സെയ്താലിക്കുട്ടിയെ തോൽപ്പിച്ച് ആര്യാടൻ തൻ്റെ കന്നി വിജയം അവിടെ നേടി. 1980 കോൺഗ്രസ് യുവിൻ്റെ C ഹരിദാസ് 6423 വോട്ടുകൾക്ക് കോൺഗ്രസ് ഐക്ക് വേണ്ടി മത്സരിച്ച TK ഹംസയെ തോൽപ്പിച്ചെങ്കിലും LDF മന്ത്രിസഭയിൽ മന്ത്രിയായ ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാനായി രാജിവെച്ചു. ആ തിരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ആര്യാടൻ മുഹമ്മദ് വീണ്ടും ജയിച്ചു. പക്ഷേ 1982 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി CPIM പിന്തുണയോടെ അഡ്വക്കേറ്റ് TK ഹംസ അട്ടിമറി വിജയം നേടി. ആര്യാടൻ മുഹമ്മദ് LDF വിട്ട് UDFിനു വേണ്ടിയും TK ഹംസ UDF വിട്ട് LDFിനു വേണ്ടിയുമായിരുന്നു അന്ന് മത്സരിച്ചത്. 1566 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് TK ഹംസ അന്ന് വിജയിച്ചത്. ആര്യാടൻ മുഹമ്മദ് എന്നാൽ പിന്നീട് 1987 മുതൽ 91, 96, 2001, 2006, 2011 തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം മണ്ഡലം കൈയടക്കി തന്നെ വെച്ചു. 16 സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തായിരുന്നു എതിരാളിയായി എത്തിയത്. 2021 VV പ്രകാശിനെ പിന്നിലാക്കി അൻവർ മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്തു. ഈ വർഷം ജനുവരി 13 PV അൻവർ LDFിനുള്ള പിന്തുണ പിൻവലിച്ച MLA സ്ഥാനം രാജിവെച്ചതും കഴിഞ്ഞ ദിവസം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുവരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൻ്റെ മണ്ഡല ചരിത്രം പറഞ്ഞു വെക്കുന്നത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലെ ഉപതെരഞ്ഞെടുപ്പ് LDFിനെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ കൂടുതലായി UDFിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ചരിത്രം സൂചിപ്പിക്കുന്നത് പോലെ അട്ടിമറി വിജയമാണോ മണ്ഡലം നിലനിർത്തലാണോ നിലമ്പൂരിൽ സംഭവിക്കുക എന്ന് ജൂൺ 23 കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ചരിത്രവും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ UDFിന് അനുകൂലമായ തരംഗം അവിടെ ഉണ്ടെങ്കിൽ പോലും PV അൻവറിന് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് വലിയ വിയോജിപ്പുണ്ട്. അത് ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് VS ജോയി എന്ന വ്യക്തിയിലേക്കായിരിക്കും വിരൽ ചൂണ്ടുക. നിലവിലത്തെ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ ഒരു വലിയ ജനവികാരമുള്ളത് VS ജോയിക്ക് വേണ്ടി തന്നെയാകും. DCC അധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടിക്ക് ഗുണകരമാവുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള VS ജോയിക്ക് എന്തുകൊണ്ട് സീറ്റ് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ്. കൂടാതെ പാർട്ടിക്കെതിരായൊരു കോർ സംവിധാനം സൃഷ്ടിച്ച ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ശബ്ദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ VS ജോയിക്ക് കൈകൊടുക്കുവാൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തീരുമാനം. ചരിത്രം കോൺഗ്രസിൻ്റെ വിജയത്തിനാണോ തിലകക്കുറി അണിയിക്കുക എന്ന് കണ്ടറിയണം ജൂൺ 23.